Good morning. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണ് അല്ലേ? ഓക്കെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ? കഴിച്ചു. ഓക്കെ ഓക്കെ. കഴിച്ചിട്ടാണ് എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറിയത്. കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടില്ലേ? ഓക്കെ. കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ട് മിസ് കഴിച്ചോ എന്ന്. ഞാനും കഴിച്ചു കേട്ടോ. സ്കൂളിലൊക്കെ വിട്ടിട്ടില്ലേ കുട്ടികളെയൊക്കെ? വിട്ടു. ഓക്കെ. രാവിലത്തെ ജോലിയും തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞോ? ഒരുവിധമൊക്കെ ജോലിയൊക്കെ കഴിച്ചു വെച്ചിട്ടായിരിക്കും അല്ലേ ക്ലാസ്സിലൊക്കെ കയറിയിരിക്കുന്നേ? ഓക്കെ. കുറഞ്ഞു. ഓക്കെ ഓക്കെ. കുറച്ചൊക്കെ ഓക്കെ ആക്കി അല്ലേ? എന്നാലും ഇനി ഉണ്ടാവും. നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ അത് തീരണ പണിയല്ലല്ലോ അല്ലെ? എപ്പോഴും ഇങ്ങനെ എന്താ ഒരു കാര്യം എടുത്തു വെച്ച് കഴിഞ്ഞാൽ തീരില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു പണിയാണ് അല്ലെ? നമുക്ക് ഫിനിഷ് ആയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ. യെസ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ ഡയാലിസിസില് നമ്മൾ പറഞ്ഞത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. എന്ത്? ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ, സ്ഥിരീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് 7 പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മളപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നോക്കിയേ, ദ പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്. പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഒരു ഡയാലിസിസ് നമ്മൾ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യൻസിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്? ഓക്കെ. പേഷ്യന്റ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാന്നൊക്കെ? പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഒന്നാമത്തെ കാര്യം എന്താ? മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ? നമ്മൾ പറയില്ലേ ഡോക്ടറിനോടൊന്നും കള്ളം പറയാൻ പാടില്ല. അപ്പൊ നമുക്ക് അവര് ചോദിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങള്, ആവശ്യത്തിനുള്ള വിവരങ്ങള് പ്രൊവൈഡ് ചെയ്യണം. നമ്മളൊന്നും മറച്ചു വെക്കാനൊന്നും പാടില്ല. ഓക്കെ. പ്രൊവൈഡ് ഇൻഫർമേഷൻ. നമ്മളെ കുറിക്കുന്ന നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, രോഗമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അത് പേഷ്യൻസിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത നോക്കിയേ, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ഓർ ട്രീറ്റ്മെന്റ്. അപ്പൊ നോക്കിയേ, ഡോക്ടറുമായിട്ട് സഹകരിക്കുക, അസോസിയേറ്റ് ചെയ്യുക. എന്തിനാ? ഇൻ ദിസ് കോഴ്സ് ഓഫ് എക്സാമിനേഷൻ. ഡോക്ടർ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്, ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമ്മൾ ഡോക്ടറുമായിട്ട് സഹകരിക്കുക. അപ്പൊ ഡോക്ടർ പറയുന്ന പോലെ നമ്മൾ ചെയ്താലല്ലേ അതിന്റെ ഒരു കറക്റ്റ് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഡോക്ടർ ഒരു ഇങ്ങനെ ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ, അത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ ഡോക്ടറിനോട് സഹകരിക്കണം. ഡോക്ടർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ഓക്കെ. അസോസിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. അസോസിയേറ്റ് വിത്ത് ദ ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. ആ പരിശോധനാ സമയത്തും ട്രീറ്റ്മെന്റ് സമയത്തും ഡോക്ടറുമായിട്ട് സഹകരിക്കണം. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം. എബൈഡ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നാട്ടോ മീനിങ്. പാലിക്കുക. എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. എല്ലാ നിർദ്ദേശങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തരുന്നതും ഡോക്ടർ നമുക്ക് തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് നോക്കിയേ, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അത് പേഷ്യന്റിന്റെ ഉത്തരവാദിത്തം അല്ലേ? അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ നിർണയിച്ചിരിക്കുന്ന ഫീസ് എത്രയാണ്, എഗ്രി ചെയ്തിട്ടുള്ള ആ ഫീസ് നമ്മൾ പേ ചെയ്യണം. കറക്റ്റ് സമയത്ത് പൈസ അടയ്ക്കണം കേട്ടോ. ഓരോ ബില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതാത് സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് പേയ്മെന്റ് നടത്തണം. പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കൃത്യസമയത്ത് ആ കറക്റ്റ് സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ നിർണയിച്ചിട്ടുള്ള ഫീസുകൾ അത് പേ ചെയ്യണം. ലാസ്റ്റ് ഒക്കെ നോക്കിയ റെസ്പെക്ട് നോബിലിറ്റി
of doctors and other hospital staff. ഡോക്ടറിനോട് നല്ലൊരു കുലീനത കാണിക്കുക, ഒരു റെസ്പെക്ട് വേണമെന്ന്. അതുപോലെ മറ്റുള്ള ഹോസ്പിറ്റലിലെ മറ്റു സ്റ്റാഫുകള് ഇവരോടൊക്കെ ഒരു ബഹുമാനത്തോടു കൂടി അല്ലെ, നമ്മള് സാധാരണ നമ്മളിപ്പോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സംസാരിക്കുന്ന രീതിയിലല്ലല്ലോ. നമുക്ക് ഡോക്ടേഴ്സിനെയൊക്കെ കുറച്ചും കൂടി നമുക്കൊരു റെസ്പെക്ട് ഉണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു രീതിയിലല്ലേ നമ്മൾ സംസാരിക്കുകയൊക്കെ വേണ്ടത്. അപ്പൊ എപ്പോഴും അവർക്ക് ആ ഒരു ബഹുമാനം, ആ നോബിലിറ്റി എന്ന് പറഞ്ഞാൽ കുലീനത എന്നാട്ടോ മീനിങ്. ഒരു നല്ലൊരു സൗമ്യമായിട്ടൊക്കെ ബഹുമാനവും ഒരു കുലീനതയും സൗമ്യതയും ഒക്കെ ഡോക്ടറിനോടും ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും കാണിക്കണം. നമ്മൾ ദേഷ്യപ്പെട്ടോ തട്ടിക്കേറിയോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല. അവർക്ക് എപ്പോഴും ഒരു ബഹുമാനം കൊടുക്കുക, അവരോടൊരു സൗമ്യമായ രീതിയിലൊക്കെ സംസാരിക്കുക. അത്രയും പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതാണ്, അവർക്കുടെ ഉത്തരവാദിത്തങ്ങളാണ്. എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യണം. എക്സാമിനേഷൻ ഡോക്ടർ നമ്മളെ പരിശോധിക്കുന്ന സമയത്തും ട്രീറ്റ്മെന്റിന്റെ സമയത്തും ഒക്കെ ഡോക്ടറുമായിട്ട് സഹകരിക്കണം. ഹോസ്പിറ്റലിലെ എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം. ഹോസ്പിറ്റലിലെ നിർണയിച്ചിരിക്കുന്ന ഫീസ് കറക്റ്റ് സമയത്ത് പേ ചെയ്യണം. പിന്നെ അടുത്ത എന്താണ്, ഡോക്ടറിനോടും ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളോടും ഒക്കെ ബഹുമാനത്തോടും ഒരു സൗമ്യതയോട് അല്ലെങ്കിൽ ധീരതയോടും കൂടിയൊക്കെ സംസാരിക്കണം. ക്ലിയർ അല്ലേ? 5 പോയിന്റ്സും പേഷ്യൻസിന്റെ ഉത്തരവാദിത്തം. ഓക്കെ ആണ്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ചെറുതായിട്ടാ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, സ്ക്രീനും വലിച്ചിട്ട്. Okay, job or responsibilities of a dialysis coordinator. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഇതും പോയിന്റ്സ് ഫുള്ളൊന്നും ബൈക്കാട്ട് ചെയ്താട്ടോ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ മിക്ക ചാപ്റ്റേഴ്സിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാറുണ്ട്. അപ്പൊ ഏകദേശം നമ്മൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തൊന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ എല്ലാ പോയിന്റ്സും ഒന്നും ഫുള്ളായിട്ട് പഠിക്കണ്ട. ഇത് കാണുമ്പോൾ ഇന്നാളുടെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നതാണ് എന്നും അന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. Make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. Patients in the safety, സുരക്ഷയും അതുപോലെ കംഫർട്ട്, അവർക്കുടെ ആ ഒരു സുഖപ്രദമായിട്ടുള്ള രീതിയിലും അവർക്കുടെ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ക്ഷേമം ഒക്കെ അത് പരിഗണിച്ചുകൊണ്ട് അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഏറ്റവും ഉയർന്ന ഉയർന്ന ലെവലിലുള്ള പരിചരണം ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ആ ക്ലിനിക്കൽ ടീം അല്ലെങ്കിൽ ഡയാലിസിസ് ടീം പേഷ്യൻസിന് ഉയർന്ന തലത്തിലുള്ള ഒരു പരിചരണം നൽകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു വെക്കല്ല, അത് നല്ല രീതിയിലുള്ള ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ട്. അത് എന്ത് ശ്രദ്ധിച്ചുകൊണ്ടാ? അവരുടെ സുരക്ഷയിൽ ശ്രദ്ധിച്ചുകൊണ്ട്. ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ സുഖപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ആൻഡ് വെൽബീയിങ്, അവരുടെ ക്ഷേമം ഒക്കെ അതിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ലെവലിലുള്ള പരിചരണം ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ക്ലിയർ ആണോ നോക്കിയേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ആ കെയർ കൊടുക്കുമ്പോ എന്തിലും നമ്മൾ ഫോക്കസ് ചെയ്യണം? പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ കംഫർട്ട്, വെൽബീയിങ്, ഇതിൽ ശ്രദ്ധ കൊടുത്തിട്ട് ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ട്, ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. രണ്ടാമത് നോക്കിയേ, എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുക. എക്സാമിൻസ്
and solve problems. Examines and solve problems that fall outside of the domain of the nurse, clinician, concerning patient care, and management, and associate with the other departments and care providers. Examine ചെയ്യാന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുക. എക്സാമിൻ ആൻഡ് സോൾവ് പ്രോബ്ലംസ്. എന്താണ്? പ്രശ്നങ്ങള് പരിശോധിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുക. എങ്ങനെയുള്ള പ്രശ്നങ്ങളാ? നേഴ്സ്, ക്ലിനിഷ്യൻ എന്നിവരുടെ ആ പരിധിയിൽ വരാത്തതും, that fall outside of the domain of the nurse or clinician, അവരുടെ ആ ഒരു പരിധിയിൽ വരാത്തതും, എന്നാൽ പേഷ്യൻസ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടത്, അതിന്റെ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്താണ് അങ്ങനെയുള്ള പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒരു രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനെ പരിശോധിക്കുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നേ? And concerning the patient care and management and associate with the other department and care providers. Associate എന്ന് വെച്ചാൽ സഹകരിക്കുക. ഇത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ഈ കെയർ പ്രൊവൈഡേഴ്സ്, കെയർ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്നവര്, ക്ലിനിക്കൽ ടീം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കെയർ പ്രൊവൈഡേഴ്സും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമൊക്കെ ആയിട്ട് സഹകരിക്കുകയും ചെയ്യുക. And associate with the other departments and care providers. അപ്പൊ അവരുമൊക്കെ ആയിട്ട് സഹകരിക്കുക, മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിക്കുക. പിന്നെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട്, അതിന് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നേഴ്സ്, ക്ലിനിഷ്യൻ എന്നിവരുടെ ആ പരിധിയിൽ വരാത്തതും എന്നാൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങള് അതിനെ സോൾവ് ചെയ്യുക, അത് എക്സാമിൻ ചെയ്യുക, സോൾവ് ചെയ്യുക, പരിശോധിക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. നെക്സ്റ്റ് നോക്കി, ഗ്യാദർ, അസസ്, സ്ക്രീൻ. 3 കാര്യങ്ങളാണ്. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ശേഖരിക്കുക. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. സ്ക്രീൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്ക്രീനിങ് നടത്തുക, ചെക്ക് ചെയ്യുക. ഗ്യാദർ, അസസ്, സ്ക്രീൻ ആൻഡ് റെസ്പോണ്ട് ചെയ്യുക, അതിനോട് ഉടനടി പ്രതികരിക്കുക. ടു എ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻസ് ഫ്രം പേഷ്യൻസ് ആൻഡ് അതർ സ്റ്റാഫ് who represent different levels of the organization. ഒരു സ്ഥാപനത്തിന്റെ പല തലങ്ങളിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യൻസ് അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വസ്റ്റുകളായിട്ടുള്ള ഇൻഫർമേഷൻസ്, വിവരങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് അത് ശേഖരിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക, അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, അതിനെ അസസ് ചെയ്യുക, അതിനെ സ്ക്രീൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനോട് റെസ്പോണ്ട് ചെയ്യുക, അതിനോട് ഉടനടി പ്രതികരിക്കുക. എന്തെങ്കിലും ഇൻഫർമേഷൻസിനൊക്കെ വേണ്ടിയുള്ള റിക്വസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലേ ആ ഓർഗനൈസേഷന്റെ പല തലങ്ങളിലുള്ള സ്റ്റാഫുകളാവട്ടെ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നവരാവട്ടെ, പേഷ്യൻസിൽ നിന്നോ അതർ സ്റ്റാഫിൽ നിന്നോ ഒക്കെ ഉള്ള വിവരങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ റിക്വസ്റ്റുകൾക്കായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കുക, അതിനെ ആ റിക്വസ്റ്റ് എന്താണ്, ആ വിവരങ്ങൾ എന്താണ്, അത് ശേഖരിക്കുക, അതിനെ അസസ് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് നോക്കിയേ, helps in the development and implementation of the discharge plans, including appropriate community service. അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഡിസ്ചാർജ് പ്ലാനുകള് അത് വികസിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക, അതിനെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഡെവലപ്പ് ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഡിസ്ചാർജ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും എന്ത് ചെയ്യുക? സഹായിക്കുക.
ഏതും കൂടി ഉൾപ്പെടെയുള്ളതാ? അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസ് ഉൾപ്പെടെയുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ വികസിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുക. നെക്സ്റ്റ് നോക്കിയേ, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis service through communication with the facilities verification process. ഈ ഫെസിലിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് ചെയ്യണം? ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളില് ഇൻഷുറൻസ് കാര്യങ്ങള് എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക, അതിനെ സഹായിക്കുക. ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങള്, ഇൻഷുറൻസ് ഇഷ്യൂസ്, അതിന് അസിസ്റ്റ് ചെയ്യുക, അതിനെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി-ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. എന്ത് ചെയ്യണം? മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ്സുകളും ഇതൊക്കെ ആയിട്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ഒന്നിലധികം എന്നാണ് മൾട്ടി എന്ന് പറയുന്നത്. അതെന്താ? ഒരു ഗോളോട് കൂടി, ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണം. അവരുമായിട്ട് എപ്പോഴും എന്താണ്? സഹകരിക്കണം. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ ടീം അവരുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട് വേണം. Works eagerly to maximize the effectiveness of the resource utilization. ഇനി എന്താ? ആ റിസോഴ്സിന്റെ ഉപയോഗം, അതിന്റെ റിസോഴ്സിന്റെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, അത് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി നല്ല തീവ്രമായിട്ട് അവരോട് അതുമായിട്ട് സഹകരിച്ചു പോകുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുക. താല്പര്യത്തോടുകൂടി, അതായത് അതിനകത്ത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യുക. വർക്ക് ഈഗർലി, കുറച്ചും കൂടി എന്താണ്? ഇൻട്രസ്റ്റ് ആയിട്ട്, താല്പര്യത്തോടുകൂടി എന്തെങ്കിലും വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടി? ടു മാക്സിമൈസ്, പരമാവധി ആക്കാണ് എന്ത്? ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതിന്റെ എഫക്റ്റീവ്നെസ് പരമാവധി ആക്കുന്നതിന് അതിനോട് നല്ല രീതിയിൽ, നല്ല താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ of the patient to or from the dialysis facility. ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് കഴിഞ്ഞ എന്റെ വീട്ടിലേക്കോ ഒക്കെയുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ, പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടേക്കാണ് പേഷ്യൻസിന് ഒരു ഡയാലിസിസ് സർവീസ് കിട്ടുന്ന ഒരു ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ, അതിന് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് ആണ് മോണിറ്റർ റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, അത് റെക്കോർഡ് ആക്കുക, അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. മോണിറ്റർ റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻസ്. വിവരങ്ങൾ നിരീക്ഷിക്കുക, റെക്കോർഡ് ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്യുക. സെക്കൻഡ് ലാസ്റ്റ് നോക്കിയേ, പ്രിപ്പയർസ് ഫയൽസ്, റിട്രൈവ്സ് and keeps records and documents from the department file system. File system എന്നാണ് കേട്ടോ. കറക്റ്റ് ആണോ നോക്കിയേ? FILE എന്നാണ് ഫയൽ സിസ്റ്റം. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പയർസ് തയ്യാറാക്കുക. ഫയൽസ്, പ്രിപ്പയർ ഫയൽസ്, അങ്ങനെ നമുക്ക് ഒരുമിച്ച് വായിക്കേണ്ടത്. പ്രിപ്പയർ ഫയൽസ്, ഫയലുകൾ തയ്യാറാക്കുക, അത് വീണ്ടെടുക്കുക, റെക്കോർഡും ഡോക്യുമെന്റ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. എവിടുന്ന്? ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റം. ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റം അതില് ഫയലുകൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, അത് റിട്രൈവ് ചെയ്യുക, വീണ്ടെടുക്കുക, അത് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ്. ഡെയിലി റൗണ്ട്സുകളിൽ അറ്റൻഡ് ചെയ്യുക, പങ്കെടുക്കുക. മീറ്റിംഗ് ടു ഡിസ്കസ് ഷെഡ്യൂൾ, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ എന്തിനു വേണ്ടി? ടു ഡിസ്കസ് ഷെഡ്യൂൾ, പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്ട് ഓർ റിമൈൻഡേഴ്സ്. നമുക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തുടർച്ചയായിട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്താനോ അതിന്റെ ആ ഷെഡ്യൂളുകൾ
ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ അതിന് പങ്കെടുക്കുക. ഡെയിലി റൗണ്ട്സുകളിലോ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതൊന്ന് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്ത് പോകാം. ഒന്നാമത്തേൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഹയസ്റ്റ് 7th പോയിന്റ് പറയാലോ. ഞാൻ ഒന്നുകൂടി അങ്ങ് പറഞ്ഞു വരാം കേട്ടോ മൊത്തത്തില്. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ മോള് പറഞ്ഞത് 7th അല്ലേ? ഓക്കെ, പറയാട്ടോ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ ഏറ്റവും നല്ല ലെവൽ ഓഫ് കെയർ കൊടുക്കുക. അതൊന്ന് നോക്കിയാൽ മതി. ക്ലിനിക്കൽ ടീം ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത്രേ ഉള്ളൂ അതിനകത്ത്. ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്യേണ്ട കാര്യം ക്ലിനിക്കൽ ടീം ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അവിടെ മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ. അത്രയും മതി അവിടെ. ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ മെഡിക്കൽ ഈ ടീം കൊടുക്കുന്ന ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. പിന്നെ എന്താണ്, നമ്മുടെ എക്സാമിൻസ് ആൻഡ് സോൾവ് ദ പ്രോബ്ലം. അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. ബാക്കി നമുക്ക് മനസ്സിലാക്കി വെക്കാം കേട്ടോ. എക്സാമിൻ ആൻഡ് സോൾവ് ദ പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ അതിനെ പരിശോധിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അത് എന്താണ്, ഗ്യാദർ, അസസ്, സ്ക്രീൻ ആൻഡ് റെസ്പോണ്ട്. അത്രയും നമുക്ക് വെക്കുക. ഗ്യാദർ ചെയ്യുക, അസസ് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക. എന്താണെന്ന് നമുക്കറിയാം. മറ്റ് പല ഓർഗനൈസേഷന്റെ പല തലങ്ങളിലുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ പേഷ്യൻസ് അവർക്ക് എന്തെങ്കിലും റിക്വസ്റ്റുകൾക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശേഖരിക്കുക, അതിനെ അസസ് ചെയ്യുക, അതിനെ ചെക്ക് ചെയ്യുക, അതിനോട് ഉടനടി റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഷോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ. ഗ്യാദർ, അസസ്, സ്ക്രീൻ ആൻഡ് റെസ്പോണ്ട്. അത്രയും പഠിക്കാം. പിന്നെ അടുത്തത് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് പ്ലാൻ. അത്രയും മതി. Helps in development and implementation of discharge plan. Discharge plan വികസിപ്പിക്കുന്നതിനും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുക. അഞ്ചാമത്തെയാണ് അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്. എന്തിനുമായിട്ട് ബന്ധപ്പെട്ട റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ്. ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ഇഷ്യൂസിൽ സഹായിക്കുക. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഡയാലിസിസ് സർവീസ് വരെ അണ്ടർലൈൻ ചെയ്തിടാം. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്. ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ അസിസ്റ്റ് ചെയ്യുക. എന്തിനുള്ള ഇൻഷുറൻസ്? ഡയാലിസിസ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ഇഷ്യൂസിൽ അസിസ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ് അടുത്ത പോയിന്റില്? കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. അത് അത്ര നോക്കാം. കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. ഇനി അടുത്ത പോയിന്റ് ആണ് ഇവിടെ മിന്റു ചോദിച്ചത്, ഏഴാമത്തെ. ഹെൽപ്പ് ചെയ്യുക. എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റി. ഇപ്പൊ നമ്മൾ ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഹോമിലേക്കോ പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ നമുക്ക് എന്താണ് ആംബുലൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിലേ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പൊ അവിടെ ഇല്ലെങ്കിൽ ഡയാലിസിസ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്കൊക്കെ പേഷ്യൻസിനെ പെട്ടെന്ന് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യുക. അവരുടെ യാത്രയില് അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ചെയ്തു കൊടുക്കുക. ക്ലിയർ ആയി നോക്കിയേ? ഹെൽപ്പ് ചെയ്യുക ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷന് ഹെൽപ്പ് ചെയ്യാന്നാണ്. എന്തിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്? ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കോ ഒക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതിന് സഹായിക്കുക. പിന്നെ അടുത്തത് മോണിറ്റർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. വിവരങ്ങളെല്ലാരും ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിരീക്ഷിക്കുക, റെക്കോർഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത പ്രിപ്പയർ ഫയൽസ്. ഫയലുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക, റിട്രൈവ് അത് തിരിച്ചെടുക്കുക. കീപ് റെക്കോർഡ് ആൻഡ് ഡോക്യുമെന്റ്സ്. എവിടെ നിന്നാ? ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഡോക്യുമെന്റ്സ്. പിന്നെ ഡെയിലി റൗണ്ട്സുകളിലോ മീറ്റിങ്ങിലോ പങ്കെടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ?
എന്തിനു വേണ്ടിയിട്ടോ? എന്തെങ്കിലും ഓർമ്മപ്പെടുത്തലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളോ പേഷ്യൻസിന്റെ ആവശ്യകതകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. മീറ്റിങ്ങുകളിലോ ഡെയിലി റൗണ്ട്സുകളിലോ ഒക്കെ അറ്റൻഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഒരു പ്രാവശ്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡയാലിസിസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ ബൈഹാർട്ട് ചെയ്യണ്ട, നമുക്കത് ഓപ്ഷൻസ് ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി വന്നത് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇന്നവിടെ ഏതെങ്കിലും ഒന്നും തന്നിട്ട് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ പോർഷൻസ് ഇവിടെ കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന പോർഷൻ തീർന്നു കേട്ടോ. എനിക്ക് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളില് നമ്മൾ എടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഫ്രണ്ട് ഓഫീസ്. 3 ചാപ്റ്റർ ആണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? അത് മറന്നുപോയോ? ഓർക്കണ്ടോ? യെസ്. ഇൻട്രൊഡക്ഷൻ എടുത്തു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തു, ഫ്രണ്ട് ഓഫീസ് എടുത്തു. നമ്മള് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇച്ചിരി ചാപ്റ്റേഴ്സ് നമുക്ക് കൂടുതൽ ഉണ്ടായിരുന്നു അല്ലെ? അതായത് ഫാർമസി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ആംബുലൻസ് സർവീസ്, ഡയാലിസിസ് സർവീസ്. ഇത്രയും ചാപ്റ്ററുകളാണ് നമ്മൾ അവിടെ സെക്കൻഡ് മൊഡ്യൂളിൽ ഞാൻ എടുത്തത്. ഇനിയിപ്പോ അങ്ങനെ ഓരോരുത്തരുടെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ എക്സാമിന്റെ ഡേറ്റ് കിട്ടിയില്ലേ? നിങ്ങൾക്ക് വന്നോ? എന്നുവെച്ചാൽ നമുക്ക് ഫുൾ ഉണ്ട്. ഇവിടെ നമ്പർ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ 30th. ഇനിയിപ്പോ അധികം സമയമില്ല. നമ്മൾ ഇന്ന് 80 ആയില്ലേ? ഇന്ന് 18-ാം തീയതി ആയി. സമയം ഇല്ല എന്നല്ല, സമയമുണ്ട് നിങ്ങൾക്ക്. അപ്പോ എന്താ പറയാ, ഇനിയിപ്പോ നിങ്ങളെ അതൊക്കെ പോർഷൻസ് തീർന്നു. നമുക്കപ്പൊ ഇന്നിപ്പോ അരമണിക്കൂർ കിട്ടും. നാളെയും ക്ലാസ് ഉണ്ട് അല്ലെ? നെക്സ്റ്റ് വെനസ്ഡേ വരെ ആയിരിക്കും ക്ലാസ്. റിവിഷൻ സ്റ്റാർട്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്തത് പഠിച്ചു തുടങ്ങിയെന്നാ പറഞ്ഞത് കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ പഠിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അതെന്തായാലും ചാപ്റ്റർ വൈസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അത്രത്തോളം നമുക്ക് ഒരു ഷുവർ ആയിട്ട് പറയാം. എന്തായാലും നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ പഠിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ഒക്കെ ഇപ്പൊ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ഇനി ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളില് എല്ലാ ചാപ്റ്ററും ഉണ്ടാവും എക്സാമിലേക്ക് കേട്ടോ. എല്ലാ ചാപ്റ്ററും എക്സാമിന് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ ഏത് ചാപ്റ്റർ ഉള്ളേ? ആദ്യം മിസ്സിന്റെ ആ ടെർമിനോളജി മാത്രമേ ഉള്ളൂ. ICU ഉണ്ട് അല്ലേ? ICU കൂടി ഉണ്ട്. ലാപ്പ് വേണോ എക്സാമിന്? നിങ്ങളപ്പോ ഫോണിൽ കൂടെ ആണെങ്കിലും ചെയ്താൽ മതിയല്ലോ അല്ലെ? എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളുമായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. എക്സാം എന്താ പറയാ, നമുക്ക് എക്സാമിനെ ഹെൽപ്പ് ചെയ്ത് തരിക എന്നുള്ളതാ. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും എക്സാമുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ് ഉണ്ടെങ്കിൽ. ഇനി കുഴപ്പമില്ല ചേച്ചി, ലാപ്പില്ല അതുകൊണ്ട് ചോദിച്ച. ഫോണിൽ കൂടെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. ടെൻഷൻ അടിക്കണ്ട, നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടാവും എക്സാമിന്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റുകള് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവും. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ, മോക്ക് ടെസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഇപ്പോ അല്ലാതെ വന്നാൽ നമുക്കൊന്നും പറയാനില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പോർഷൻസ് എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ഗൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ശരിക്കും ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഇതായിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഈ
എക്സാം ഇല്ലേ, ഇപ്പൊ നിങ്ങളുടെ മൊഡ്യൂൾ എക്സാം 2 ടൈം എക്സാം ഉണ്ടാവും. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടാവും, അത് 100 മാർക്കിന്റെ. പിന്നെ തേർഡും ഫോർത്തും കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ടൈം 2 എന്ന് പറഞ്ഞ എക്സാം ഉണ്ടാവും. അങ്ങനെ അതും 100 മാർക്കിന്റെ ആണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞു, നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ് ടൈം 1 ആണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മോക്ക് ടെസ്റ്റിനെ ഫോക്കസ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഗൈഡ് ഫോക്കസ് ചെയ്തു അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇതുവരെയും നമുക്ക് എക്സാമിന് അങ്ങനെയാണ് വന്നേക്കുന്നത്. മെയിൻ എക്സാമിന് ഇനി ഗൈഡിന് കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ നോക്കാം. ഇനി മോക്ക് ടെസ്റ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൈഡിലും ഉണ്ടാകാം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു കൂടി വെച്ചേക്കുക. അപ്പൊ പിന്നെ ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോ റിവിഷൻ തുടങ്ങാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുകയും ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇന്ന് ഒരു ഹാഫ് അവർ കിട്ടും, നാളെയും കിട്ടും, നെക്സ്റ്റ് വെനസ്ഡേയും കിട്ടും. നിങ്ങൾക്ക് വെനസ്ഡേ വരെ ആയിരിക്കും ക്ലാസ് എന്നല്ലേ മെസ്സേജ് തന്നിട്ടുണ്ടല്ലോ അല്ലെ? അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ. അപ്പൊ നമുക്ക് 2 ക്ലാസ് നമ്മുടെ മുന്നിൽ നേരെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു 2 ക്ലാസ് എന്ന് പറഞ്ഞിരുന്നിപ്പോ നമുക്ക് ഏതാണ് രണ്ടാമത്തെ മൊഡ്യൂളിലെ കുറച്ച് ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ ഇന്ന് നമുക്ക് ഈ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ബാക്കി നാളത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. നാളത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയിട്ട് വാ. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വേഗം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഫാർമസിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് 25, 29 സ്റ്റഡി ലീവ് എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ. സെക്കൻഡ് മൊഡ്യൂളിൽ ഞാൻ എടുത്ത ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ ഫാർമസി. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ ഫാർമസി. മൂന്നാമത്തെ ചാപ്റ്റർ ലബോറട്ടറി സർവീസ് എടുത്തു, ലബോറട്ടറി. നാലാമത്തെ ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് എടുത്തു, ബ്ലഡ് ബാങ്ക്. പിന്നെ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ ഡയാലിസിസ് എടുത്തു, 8ാമത്തെ. 9ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എടുത്തു. പിന്നെ 11ാമത്തെ ചാപ്റ്റർ ആംബുലൻസ് സർവീസ് എടുത്തു. ഓക്കെ. ഇന്നിപ്പോ നമുക്ക് ഏതാണ് നമുക്ക് മൊഡ്യൂള് 2-ലെ 1, 3, 4 അത് നോക്കാം. ഫാർമസി നമ്മൾ കുറച്ച് ചെയ്ത് വെച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ 1ാമത്തെ, 3ാമത്തെ, 4ാമത്തെ ചാപ്റ്റർ ഇന്ന് നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ നാളത്തേക്ക് നിങ്ങൾ മൊഡ്യൂൾ 2-ലെ ആ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, ആംബുലൻസ് സർവീസ്, ഡയാലിസിസ് സർവീസ്, ഈ 3 ചാപ്റ്റർ നാളത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് വാട്ടോ. ഓക്കെ. നിങ്ങളിപ്പോ ടീച്ചേഴ്സിന്റെ ബേസ് ചെയ്ത് പഠിക്കണമെന്നില്ല എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററും ഉണ്ട്, എല്ലാ ചാപ്റ്ററും ഉണ്ടല്ലോ എക്സാമിന്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്ററും എക്സാമിന് ഉണ്ടാവും, എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്സാമിന്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഫുള്ള് പഠിക്കണം. മിക്സ്ഡ് ആണ്. അതങ്ങനെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 2 പേപ്പർ ആയിട്ടല്ല കേട്ടോ, ഒറ്റ ഇതായിട്ട് തന്നെയാണ്. 100 മാർക്കിന്റെ ഒറ്റ ഷീറ്റ് ആണ്. 2-ന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. എന്താണോ എന്തൊക്കെയാണോ ഒന്നുകൂടെ പറഞ്ഞേന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടുണ്ട്. എന്താണ് പോർഷൻസ് ആണ് മോള് പറയണേ? അതായത് എക്സാം മൊഡ്യൂള് നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം ആണ്, ടേം 1 ആണ്. അത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും ഉണ്ടാവും എക്സാമിന്. എല്ലാ ചാപ്റ്ററിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ചാപ്റ്ററിന് ഇപ്പൊ 4 or 5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിൽ എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിക്കണം, എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പോവുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ പഠിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാന്നല്ല, മോക്ക് ടെസ്റ്റിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചും കൂടി വെച്ചേക്കാം. പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, ആരും ടെൻഷൻ അടിച്ച് തെറ്റിക്കരുത്. ദൈവത്തെ ഓർത്ത് അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാ കുട്ടികളും പറയും മിസ്സി എന്റെ ഓർമ്മ തെറ്റിപ്പോയിട്ടോ, അതേ ടെൻഷൻ അടിച്ചിട്ടാ, എനിക്ക് ആൻസർ അറിയായിരുന്നു പക്ഷെ ടെൻഷൻ അടിച്ചിട്ടാ. ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നല്ല ഫ്രീ ആയിട്ട്, നല്ല ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ തന്നെ ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ ഇന്ന് 1ാമത്തെ, 3ാമത്തെ, 4ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ. നാളത്തേക്ക് നിങ്ങൾ 9ാമത്തെയും
8ഉം 9ഉം 11ഉം. ഡയാലിസിസും ഹോസ്പിറ്റൽ 1 വേർഡ് മാത്രമേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഒന്നും എഴുതണ്ട. അതിനകത്ത് ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനും ഡയാലിസിസ് സർവീസും ആംബുലൻസ് സർവീസ്, ഇത് 3 നാളത്തേക്ക് നോക്കിയിട്ട് വാ. ഇനി നമുക്കിപ്പോ ഫാർമസിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ തന്നെ നിങ്ങള് അത് തന്നെ മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് കേട്ടോ. മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ. പിന്നെ എക്സാം നിങ്ങൾ അങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കണ്ട. ഓക്കെ, നമുക്ക് ഫാർമസിയിലേക്ക് പോകാം. ഒന്നാമത്തെ ഇപ്പൊ സെക്കൻഡ് മൊഡ്യൂള് എല്ലാം തീർന്നിട്ട് ഫസ്റ്റിലേക്ക് പോകാം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഫാർമസിയിൽ ഞാൻ പറഞ്ഞ് നമ്മള് ഇമ്പോർട്ടന്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി പറഞ്ഞു, അത് നോക്കണം. ഫങ്ഷൻസ് വന്നത്. പിന്നെ അടുത്ത് ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എവിടെയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞത് ഏതാണ് എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. പിന്നെ സ്റ്റാഫിങ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ബെഡ് സ്ട്രെങ്തും നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എന്നുള്ളത്. പിന്നെ അടുത്ത ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെച്ചേരെ അവിടെ. പിന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇല്ലേ, അപ്പൊ അതിനകത്ത് അത് നോക്കുക. ചെയർമാൻ ആരാണ്, മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്, മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഫങ്ഷൻസ് നോക്കണം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് നോക്കണം. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ ഫോർമുലറി ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചാൽ മതി അവിടെ. പിന്നെ അടുത്തത് ഓർഡർ കൊടുക്കുകയാണ്, ഇന്റൻഡിങ് ഓർഡർ ഓഫ് ഡ്രഗ്സ്. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റർ, അതിന്റെ പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഏതൊക്കെ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് ഫാർമസിയിൽ ഉള്ളതെന്നുള്ളത്. പിന്നെ നമ്മൾ അതിനകത്ത് ആ ബിൽ കാർഡ് പറഞ്ഞു, അതിന്റെ ഒരു മോഡലാണ്. പിന്നെ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ്. അവിടെ നമ്മള് ജനറൽ ഡ്രഗ്സിൽ ഫിഫോന്റെ കാര്യവും ഷോർട്ട് എക്സ്പയറിയുടെ കാര്യമൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് നോക്കണം. മോർഫിൻ, ബെറ്റഡിൻ, ബാർബിറ്റുറേറ്റ് എന്നുള്ളത് എക്സാമ്പിള്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ്, ഇതൊക്കെ പോലെ നമുക്ക് എന്താണ് പെട്ടെന്ന് കത്തുപിടിക്കാനായിട്ട് ചുരുക്കാൻ സാധ്യതയുള്ളതൊക്കെയാണ്. പിന്നെ അടുത്തത് കോൾഡ് സ്റ്റോറേജ് ആണ്. ആ ടെമ്പറേച്ചറുകൾ ഒന്ന് നോക്കണം കേട്ടോ. ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ വാക്സിൻസ്, സെറാ, ഹോർമോൺ ഡ്രഗ്സ് ലൈക്ക് വാക്സിൻ, സെറാ, ഹോർമോൺ ഒക്കെ 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊക്കെ നോക്കാം. പിന്നെ മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ്, ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചേക്കാം. മെഡിക്കേഷൻ പ്രൊസീജിയർ. പിന്നെ അടുത്ത ഫിനാൻസ് ആണ്. ഫിനാൻസിൽ ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി സോഴ്സ് എവിടെ നിന്നാണ്, പേഷ്യൻസിൽ നിന്ന് തന്നെ ഈടാക്കുന്നത്. ചാർജ് ഗുഡ് ഫ്രം പേഷ്യൻസ്. പിന്നെ അടുത്ത പ്രോബ്ലംസ് ആണ്. ആ ബബിൾസ് ചെയ്തിട്ടേക്കുന്നത് അത് റെക്ടാങ്കിളിൽ കൊടുത്തിട്ടില്ലേ, ഇതൊക്കെയാണ് ഒരു ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. ഇത്രയാണ് ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് എക്സ്ട്രാ എനിക്കൊരു അവർ ആദ്യം മിസ്സിന് സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ കയറിയപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ ചെയ്തായിരുന്നു. ഓക്കെ, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അതിൽ നോക്കാം നമുക്ക്. ഞാൻ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എത്ര മോക്ക് ടെസ്റ്റുകൾ വന്നിട്ടുണ്ട് അത് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ആ ടെക്സ്റ്റും കൂടി ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ ഓക്കെയാണ് അവിടെ. ഓക്കെ, നമ്മള് കുറച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. ഫിഫോ പ്രൊസീജിയറിന്റെ ഒക്കെ പറഞ്ഞായിരുന്നോ നമ്മളവിടെ? അവിടെ വരെ എത്തിയായിരുന്നോ? യെസ്, പറഞ്ഞു അല്ലേ. ഫിഫോ പ്രൊസീജിയർ ഇൻ ഡ്രഗ് സ്റ്റോർസ് മീൻസ് ഏതാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. What is the recommended storage temperature for vaccines, sera and hormone? എത്രയാണ് ടെമ്പറേച്ചർ? എത്രയാ നമ്മൾ പറഞ്ഞല്ലേ? What is recommended storage temperature for vaccines, sera and hormones? 2 degrees Celsius to 8 degrees Celsius.
പറഞ്ഞതാ നമ്മള്. What is a primary source of finance for the hospital pharmacy? Primary source എവിടെ നിന്നാണ് പറഞ്ഞേ? Option A, government grant. Option B, the donation from NGOs. Then option C, the charge received from the patient. Then option D, lottery winnings. ഏതാ? പേഷ്യൻസിൽ നിന്ന് ഈടാക്കുന്നത് എന്നാണ് പ്രൈമറി സോഴ്സ്. അടുത്ത നോക്കിയേ, which of the following is considered a problem of pharmacy service? Which of the following is considered a problem of pharmacy service? Okay, option A, inventory control. Option B, patient education. Option C, expiry drugs. Option D, quality control. Problems ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പഠിച്ചത് ഏതാ ഉള്ളൂ? നമ്മുടെ ആ റെക്ടാങ്കിളിൽ കിടക്കുന്ന പറഞ്ഞേ ഉള്ളൂ അല്ലെ, എക്സ്പയറി ഡ്രഗ്സ്. അതൊരു പ്രശ്നമാണ്. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ നമ്മൾ പിന്നെ അവിടെ വെക്കാൻ പാടില്ല, നമ്മൾ അത് അവിടെ നിന്ന് മാറ്റണം അല്ലെ. അത് ഫാർമസി സർവീസ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിനകത്ത് ഇവിടെ തന്നേക്കുന്നത് ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ഇൻവെന്ററി കൺട്രോൾ, ഓപ്ഷൻ ബിയില് പേഷ്യന്റ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സിയില് എക്സ്പയറി ഡ്രഗ്സ്, ഓപ്ഷൻ ഡിയില് ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ പഠിച്ചത് ഏതാ? എക്സ്പയറി ഡ്രഗ്സ്, ഓപ്ഷൻ സി ആണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ തന്നെ പഠിച്ചോളാം കേട്ടോ. ഇനി പ്രത്യേകിച്ച് അത് പഠിക്കാനുള്ള സമയം വേണ്ട, ഇവിടെ തന്നെ പഠിക്കാം. ഇനി നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചീഫ് ഫാർമസിസ്റ്റ്? What is the responsibilities of the chief pharmacist concerning the therapeutic committee? Therapeutic committeeയുമായി ബന്ധപ്പെട്ട ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻസ് ഞാൻ വായിക്കാം കേട്ടോ. ഓപ്ഷൻ എ, ടു ചെയർ ഓൾ കമ്മിറ്റി മീറ്റിംഗ്. ടു ചെയർ ഓൾ കമ്മിറ്റി മീറ്റിംഗ്. ഓപ്ഷൻ ബിയില് to fulfill the decision of the committee. To fulfill the decision of the committee. Option C, to prepare the hospital annual budget. Option D, to hire all pharmacy staff. എല്ലാ ഫാർമസി സ്റ്റാഫിനെ നിയമിക്കാം. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട? തെറാപ്യൂട്ടിക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ നേരെ ഇടാലോ എന്താ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിസിഷൻസ് ഫുൾഫിൽ ചെയ്യുക അല്ലെ. അതെല്ലാം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞേക്കുന്നേ. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നിറവേറ്റുന്നത് ആരാണ്? ഫുൾഫിൽ ചെയ്യുന്നത് ചീഫ് ഫാർമസിസ്റ്റ്. ആർക്കും സംശയമില്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ടു ഫുൾഫിൽ ദ ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, അടുത്ത നോക്കിയേ. Okay. What is the main role of hospital pharmacist? What is the main role of hospital pharmacist? ഫാർമസിസ്റ്റിന്റെ മെയിൻ റോൾ ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓപ്ഷൻ എ, ടു പെർഫോം സർജറീസ്. സർജറി ചെയ്യുക, പെർഫോം ചെയ്യുക. ഓപ്ഷൻ ബി, ടു ഡിസ്പെൻസ് ഡ്രഗ്സ്. മരുന്നുകൾ വിതരണം ചെയ്യുക. ടു ഡിസ്പെൻസ് ഡ്രഗ്സ്. ഓപ്ഷൻ ഡി, to manage the cafeteria. Cafeteria manage ചെയ്യുക. ഓപ്ഷൻ ഡി, to check patient medical history. പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക. ഏതാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ മരുന്നുകൾ ഓർത്താൽ മതി അല്ലേ. ടു ഡിസ്പെൻസ് ഡ്രഗ്സ്. എല്ലാവർക്കും കറക്റ്റ് ആണ്. വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആൻസർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. എന്താണ്? ടു ഡിസ്പെൻസ് ഡ്രഗ്സ്. മരുന്നുകൾ വിതരണം ചെയ്യുക. ഒരു സംശയമില്ല. ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക്. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് നോക്കിയോ കേട്ടോ. വാട്ട് ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസിൽ ഒരെണ്ണം ഏതാണ്? വാട്ട് ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻ? ഓരോന്ന് നോക്കിയോ കേട്ടോ. ഓപ്ഷൻ എയില് ടു പെർഫോം മെഡിക്കൽ ചെക്കപ്പ് ആണോ എന്ന് നോക്കാം കേട്ടോ. ടു പെർഫോം മെഡിക്കൽ ചെക്കപ്പ്. ഓപ്ഷൻ ബിയില് ടു സെലക്ട് മാനുഫാക്ചറേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. To select manufacturers and suppliers.
Option C, to provide patient education. Patient education provide ചെയ്ത. Option D, to manage hospital security manage ചെയ്യുക. മാനുഫാക്ചററെയും സപ്ലയേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എല്ലാവരും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ. A hospital pharmacy is governed by a professionally efficient and a qualified dash. Hospital pharmacy govern ചെയ്യുന്നതാണ് കേട്ടോ. By the professionally efficient and a qualified. Option A, doctor. Doctor ആണോ govern ചെയ്യുന്നത് pharmacy? Option B യിലെ nurse. Option C യിലെ pharmacist. Option D യിലെ administrator. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആരാണ് ഫാർമസീനെ ഗവേൺ ചെയ്യുന്ന? ആരാ? ഫാർമസിസ്റ്റ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതാ, ഫാർമസിസ്റ്റ്. What is mentioned as a potential problem with the pharmacy service? വീണ്ടും അതിനുള്ള ക്വസ്റ്റ്യൻ ആണ്. Potential problem with the pharmacy service. Option A യില് patient counseling. പ്രോബ്ലത്തിൽ വന്നതാണോ നോക്കിക്കോട്ടോ. Patient counseling. Option B യില് quality control. Option C യില് research work. Option D യില് pilferage. ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ. പിൽഫറേജ്, മോഷണം. നമ്മൾ പറഞ്ഞു ഫാർമസി സർവീസ് നേരിടുന്നതാണ്. കുറച്ച് മരുന്നുകൾ എടുത്തോണ്ട് പോയാൽ പോരെ അല്ലെ. എന്തൊരു വിലയാണ് ഇപ്പൊ മെഡിസിൻ ഒക്കെ. അപ്പൊ ഫാർമസി നേരിടുന്ന ഒരു പ്രശ്നമാണ് പിൽഫറേജ്, ചെറിയ ചെറിയ മോഷണങ്ങൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നോക്കിയേ, ആ ഫ്ലോ ചാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്ലോ ചാർട്ട് ഫോർ റിക്വയർമെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ഷോസ് who is the top of the hierarchy. ആ ഹയറാർക്കിയിലെ ടോപ്പ് പൊസിഷനിൽ ആരാ നിക്കണേന്ന് ആ ഫ്ലോ ചാർട്ട് ഒന്ന് എടുത്തു നോക്കി നിങ്ങള്. എന്റെ ഓപ്ഷൻ വേണോ അവിടെ? ഫ്ലോ ചാർട്ടിന്റെ ഫ്ലോ ചാർട്ട് അവിടെ പോയി. ഇവിടെ എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഫ്ലോ ചാർട്ടിന്റെ ആവശ്യമില്ല. നോക്കിയേ, ഫ്ലോ ചാർട്ടിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആരാന്നാ പറഞ്ഞു കഴിഞ്ഞിട്ട്? ഫാർമസിയുടെ ഡയറക്ടർ. ഓക്കെ, വെരി ഗുഡ്, ഡയറക്ടർ. ഈ ഓപ്ഷൻസ് വേണ്ട. ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, ഓപ്ഷൻ സിയിൽ ഡയറക്ടർ ഉണ്ട്, സൂപ്രണ്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ഉണ്ട്. ഡയറക്ടർ ഏറ്റവും ടോപ്പിൽ ഡയറക്ടർ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു മൈൻഡിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാം. What is the purpose of expiry date register? Expiry date register ന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ, to record all drugs in the hospital. ഹോസ്പിറ്റലിലെ എല്ലാ ഡ്രഗ്സിന്റെയും റെക്കോർഡ്. ഓപ്ഷൻ ബി, to track when drugs have expired. എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ട്രാക്ക് ചെയ്യാനുള്ള. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട ബാക്കിത്തെ. എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ എന്തിനാ? എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് ട്രാക്ക് ചെയ്യാനല്ലേ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. The hospital pharmacy should be located on which floor? Option A യില് ഫസ്റ്റ് ഫ്ലോർ or ground floor. Option B യില് സെക്കൻഡ് ഫ്ലോർ. Option C യില് ടോപ്പ് ഫ്ലോർ. Option D യില് ബേസ്മെന്റ്. ബേസ്മെന്റ് എവിടെയാ? ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ ഓപ്ഷൻസ് അത് നിങ്ങൾ നോക്കാം. ഈ ഒരു ആൻസർ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഫ്ലോർ നമ്മുടെ ടെക്സ്റ്റിൽ അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ചിലപ്പോൾ ഫാർമസി ഉണ്ടാക്കാം, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ടെക്സ്റ്റിൽ എഴുതിയത് ഓപ്ഷൻ നമ്മളൊക്കെ ക്ലിക്ക് ചെയ്താലേ നമുക്ക് അതിന് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം എന്നാണ് പഠിച്ചത്. അത് അതുപോലെ തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What kind of posters are suggested for the OPD's waiting room?
OPD-യിലെ വെയിറ്റിംഗ് റൂമില് ഏത് തരത്തിലുള്ള പോസ്റ്റർ ആണ് സജസ്റ്റ് ചെയ്യുന്നത്? എങ്ങനത്തെ പോസ്റ്റർ ആണ് സജസ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മൂവി പോസ്റ്റർ, സിനിമയുടെ പോസ്റ്റർ ആണ് അവിടെ കാണുന്നേ, മൂവി പോസ്റ്റർ. ഓപ്ഷൻ ബിയില് പോസ്റ്റർ ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്ത് ഹൈജീനുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകള്. ഓപ്ഷൻ സിയില് പോസ്റ്റേഴ്സ് ഓഫ് ഫേമസ് ഡോക്ടർ, പോസ്റ്റേഴ്സ് ഓഫ് ഫേമസ് ഡോക്ടർ, ഫേമസ് ഡോക്ടർമാരുടെ പോസ്റ്ററുകള്. ഓപ്ഷൻ ഡി അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങള്. ഏതാ? ഫാർമസിയില് നമ്മളെ OPD-യിലെ വെയിറ്റിംഗ് റൂമില് വെക്കുന്ന സജസ്റ്റ് ചെയ്യുന്നത് ഏതാ? നമുക്ക് ഹെൽത്ത് ഹൈജീൻ അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, പോസ്റ്റേഴ്സ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഫാർമസിസ് റിക്വയർഡ് ഫോർ എ ഹോസ്പിറ്റൽ വിത്ത് അപ് ടു 50 ബെഡ്സ്? 50 ബെഡ് വരെയുള്ളതിൽ എത്ര ഫാർമസിസ്റ്റ് ആണ്? ആ ടേബിളിൽ നിന്നാണ്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബിയില് 5, ഓപ്ഷൻ സിയില് 8, ഓപ്ഷൻ ഡിയില് 10. എത്രയാ? 3 അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോളണം. ആ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് റിക്വയർഡ് ഫോർ ദ ഹോസ്പിറ്റലിൽ വേണ്ട ഫാർമസിസ്റ്റ്, മിനിമം നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എന്നുള്ളത് കേട്ടോ. ഓപ്ഷൻ അപ് ടു 50 ബെഡ്സ് അല്ലേ പറഞ്ഞേക്കണേ, എ ആണ്. എത്ര ഫാർമസിസ്റ്റ് വേണം? 3. അത് നോക്കണം. പിന്നെ അടുത്തത്, what should be done with the expiry drugs? Expiry drugs എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഓപ്ഷൻ എയില് they should be removed to the front of the shelf. They should be moved to the front of the shelf വെക്കണം. ഓപ്ഷൻ ബിയില് they should be disposed as per the rule അനുസരിച്ച് ഡിസ്പോസ് ചെയ്യണം എക്സ്പയറി ഡ്രഗ്സ് കേട്ടോ. ഓപ്ഷൻ സിയില് they should be given to patient for free. Then option D, they should be returned to the supplier. സപ്ലയറിന് തിരിച്ചു കൊടുക്കണം. അതിലൊരു കൺഫ്യൂഷൻ വന്നോ? അവിടെ കൺഫ്യൂഷൻ വന്നോ? അതില് നമ്മൾ പഠിച്ചല്ല എന്താ? ഡേ ഷുഡ് ബി, നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ, വാട്ട് ഷുഡ് ബി ഡൺ. ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക അവിടെ. വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ദ എക്സ്പയറി ഡ്രഗ്സ്? എക്സ്പയറി ഡ്രഗ്സ് എന്ത് ചെയ്യണം? എക്സ്പയറി ഡ്രഗ്സ് എന്ത് ചെയ്യണം? ഒന്നാമത്തേൽ കിടക്കുന്നത് they should be moved to the front of the shelf. ആ ഷെൽഫിന്റെ ഫ്രണ്ടിൽ വെക്കണം. ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. എക്സ്പയറി ഡ്രഗ്സ് ആണ്. എക്സ്പയറി ഡ്രഗ്സ്, എക്സ്പയറി ഡേറ്റ് അത് കഴിഞ്ഞ മരുന്നുകൾ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം റൂൾ അനുസരിച്ച്. അതാണ് കേട്ടോ അതിന്റെ ആൻസർ. നമ്മൾ മറ്റേതിലാ പറഞ്ഞ എങ്ങനെ? ലോങ് എക്സ്പയറിയും ഷോർട്ട് എക്സ്പയറി ഇല്ലേ അവിടെ പറഞ്ഞത് അല്ലെ? ഫ്രണ്ടിലും ഇത് വെക്കണം എന്നുള്ളത്. ഷോർട്ട് എക്സ്പയറി ഡ്രഗ്സ് ഫ്രണ്ടിലും ലോങ് എക്സ്പയറി ഡ്രഗ്സ് ബാക്കിലും വെക്കുന്നത്, അങ്ങനെയാ പറഞ്ഞത്. ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ലോങ് എക്സ്പയറി ഷോർട്ട് എക്സ്പയറി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ഇച്ചിരി ഒരു കൺഫ്യൂഷൻ പോലെ തോന്നും നിങ്ങൾക്ക്. അപ്പൊ എക്സ്പയറി ഡ്രഗ്സ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചേക്കണം. എന്ത് ചെയ്യണം? ദേ ഷുഡ് ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ. റൂൾ അനുസരിച്ച് ഡിസ്പോസ് ചെയ്തോളണം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. നിങ്ങൾ ആ നമ്മളിപ്പോ പറഞ്ഞതാണല്ലോ പോയിന്റ്. കണ്ടോ? ഇവിടെ അത് നോക്കി നിങ്ങള് ജനറൽ ഡ്രഗ്സിൽ നോക്കി, ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ്. ഷോർട്ട് എക്സ്പയറി ആണെങ്കിൽ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്യണം. ലോങ് എക്സ്പയറി ഉള്ളത് ബാക്കിലും അറേഞ്ച് ചെയ്യണം. ഷെൽഫ്സിൽ നിന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് എക്സ്പയറി ഡ്രഗ്സ്. സിമ്പിൾ ആയിട്ടാ ചോദിച്ചേക്കുന്നത്. എക്സ്പയറി ഡ്രഗ്സ് എന്ത് ചെയ്യണം? അത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്തോളണം? റൂൾ അനുസരിച്ച് ഡിസ്പോസ് ചെയ്തോളണം. ആ ക്വസ്റ്റ്യൻ തെറ്റിക്കരുത് കേട്ടോ ആരും. ദേ ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ റൂൾ. റൂൾ അനുസരിച്ച് തന്നെ അത് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത്
A hospital formulary should contain how many drugs? മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ആ ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റില് എത്ര ഡ്രഗ്സ് ഉണ്ടായിരിക്കണം അത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത്. ഹോസ്പിറ്റൽ formulary should contain ഓപ്ഷൻ എയിൽ 50 to 100, ഓപ്ഷൻ ബിയില് 250 to 300, ഓപ്ഷൻ സിയില് 500 to 600, ഓപ്ഷൻ ഡിയില് 1000 to 1500. 250 മുതൽ 300 വരെ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ഫോർമുലറി ഷുഡ് കണ്ടെയ്ൻ ഹൗ മെനി ഡ്രഗ്സ്? എത്രയാ? 250 to 300 ഡ്രഗ്സ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സമയം പോയല്ലേ, നമുക്ക് ഒരു ചാപ്റ്റർ നോക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നാളെ ഒന്ന് നോക്കിയിട്ട് വേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് ആൻസർ ചെയ്യാം. ആ മോക്ക് ടെസ്റ്റിന്റെയും കൂടി ബുക്ക് ഞാൻ എടുത്തിട്ട് വരാം. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്തു പോകാം കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് സമയം ഇതാക്കാം. 2 ക്ലാസ് കൊണ്ട് ഓൾമോസ്റ്റ് പെട്ടെന്ന് ഒന്ന് റിവിഷൻ ചെയ്ത് വിടാം നമുക്ക്. അപ്പൊ ഏകദേശം നമുക്ക് ഓർമ്മയും കിട്ടുമല്ലോ. ഓക്കെ, എന്നാൽ അത്രയും ഫാർമസി അത്രയും നിർത്താം. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലഡ് ബാങ്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണം. ജസ്റ്റ് ഒന്ന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിടാം. ഒരുവിധം നിങ്ങൾക്ക് അറിയാം, ഫാർമസി ഒരുവിധം ഒക്കെ നോക്കിയിട്ടുണ്ട്, പഠിച്ച്. ബാക്കിത്തെ അപ്പൊ നിങ്ങൾ ആ മൊഡ്യൂൾ 2 ബാക്കിയുള്ളത് നാളത്തേക്ക് ഒന്ന് നോക്കിയിട്ട് വല്ലോ കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ഓർമ്മ കിട്ടും നിങ്ങൾക്ക്. ഇതിന് മുന്നേ നമുക്ക് ലബോറട്ടറി ഉണ്ടല്ലേ. മൂന്നാമത്തെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ലബോറട്ടറി നോക്കാം. ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു വെക്കാം. ലബോറട്ടറി സർവീസ്, ലബോറട്ടറിയില് നമ്മള് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ, പിന്നെ ഫങ്ഷൻസ്, ഫങ്ഷണൽ ഡിവിഷൻസ് 5 എണ്ണം ഏതൊക്കെയാണ്. പിന്നെ ഇതെന്തായാലും ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞതാണ്. ആ 3 സെക്ഷനിലും ക്ലിനിക്കൽ പതോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, അതിന് ഏതെങ്കിലും ചോദിക്കാം കേട്ടോ. ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഡാഷ്, അങ്ങനെ ഏതെങ്കിലും ഒക്കെ ചോദിക്കാം കേട്ടോ. വൈറോളജി, മൈക്കോളജി അതൊന്ന് നോക്കണം. പിന്നെ ഹൈറാർക്കിയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, അതായത് നമുക്ക് അവിടെ പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിക്കണം. ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഒന്നും അങ്ങനെ വേണ്ട. ഓരോരുത്തർക്കുടെയും ആ പൊസിഷനും പഠിക്കണം, അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയും പഠിക്കണം. പിന്നെ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു. പിന്നെ ഒരു ഗുഡ് ലബോറട്ടറി ഡിസൈൻ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. പിന്നെ ലെവല്, ഇതും മറ്റതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ് ലബോറട്ടറി, വെരി ലാർജ് സൈസ്ഡ്, അത് നോക്കിക്കൊള്ളണം. പിന്നെ അടുത്തത് എക്യുപ്മെന്റ്സുകളാണ് പറഞ്ഞത്. പിന്നെ പോളിസി ആൻഡ് പ്രൊസീജിയർ, ലേബലിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ലേബലിങ് അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. റിക്വസിഷൻ ഫോമിന്റെ കാര്യം, സാമ്പിൾ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്റ്റൻസ്, ലബോറട്ടറി റെക്കോർഡ് കഴിഞ്ഞു. ലബോറട്ടറി റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അത് നോക്കി വെക്കണം. പിന്നെ അടുത്ത് സേഫ്റ്റി ആണ്, ജനറൽ സേഫ്റ്റി, അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി, ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ. പിന്നെ ഇതുപോലെ ഈ സിമ്പിളുകളും നോക്കിക്കോളൂ കേട്ടോ. മെയിൻ എക്സാമിന് മിക്കവാറും ഇതിന്റെ ഏതെങ്കിലും ഒരു സിമ്പിൾ ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട് ലബോറട്ടറിയിൽ ഇതുള്ളത്. പിന്നെ റെസ്പോൺസിബിലിറ്റി, ഇവിടെ പിന്നെ ടെൻഷൻ അടിക്കേണ്ട, ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ, ലാബ് മാനേജ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അതിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നാളത്തേക്ക് നിങ്ങൾ ഈ 2ാമത്തെ മൊഡ്യൂളില് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കിക്കൊണ്ട് പോകാം. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് ഒരു 10-20 ക്വസ്റ്റ്യൻ വീതം എങ്കിലും നമുക്ക് ചെയ്ത് പോകാം. അപ്പൊ എല്ലാ ചാപ്റ്ററുകളും കവർ ചെയ്യും. നമുക്ക് ഇനി 2 ക്ലാസ് ഉണ്ട്. ആ 2 ക്ലാസ്സിൽ ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം എക്സാമിൽ സ്കോർ ചെയ്യാനും പറ്റും, ടെൻഷൻ ഇല്ലാതെ എക്സാം ഫ്രീ ആയിട്ട് എഴുതാനും പറ്റും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ ഉണ്ട് കേട്ടോ. നാളെ നമുക്ക് ബാക്കിത്തെ റിവിഷൻ ചെയ്യാം. നിങ്ങളൊന്നും വായിച്ചിട്ട് കൂടി വന്നോ കേട്ടോ. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, എന്തൊക്കെയാ നമ്മൾ ആ പഠിച്ചേന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വാട്ടോ.